നമസ്കാരം. ഇലക്ഷൻ 2026 കേരള പരിപാടിയിൽ ഇന്ന് ഞങ്ങൾ എത്തുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനങ്ങൾ, വിശകലനങ്ങൾ, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയുടെ പ്രതീക്ഷ ആരിലാണ്, ഏത് പാർട്ടിയാണ് കൂടുതൽ സീറ്റ് കരസ്ഥമാക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള വിശകലനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം സ്വാഗതം ചെയ്യാം നമുക്ക് സാദിഖ് സാറിനെ. സാദിഖ് സാർ നമസ്കാരം. നമുക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഇന്ന് പത്തനംതിട്ട ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് എത്തപ്പെടുമ്പോൾ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും തിരുവല്ല, കോന്നി, റാന്നി, ആറന്മുള, പിന്നെ അടൂർ അടക്കമുള്ള 5 മണ്ഡലങ്ങളിലും അപ്രമാദിത്വം നേടിക്കൊണ്ട് മുന്നോട്ട് പോയ CPM-ന്റെ കാഴ്ച അല്ലെങ്കിൽ LDF-ന്റെ കാഴ്ചയാണ് കാണാൻ കഴിയുക. അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണോ അതോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ ഉള്ളത്? ഒരുപക്ഷെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് റിസൾട്ട്, അട്ടിമറി, വിസ്മയം ഒക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ജില്ല ഇത്തവണ തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയാണ്. അത് പ്രധാനമായും അത് പറയാൻ മുഖ്യ കാരണം ശബരിമല അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടോ ഇടതുപക്ഷത്തെ ഒരു കാരണവശാലും അവര് പോലും പ്രതീക്ഷിക്കാതെ 5 സീറ്റും LDF-ന് കിട്ടിയ ഒരു കാലമായിരുന്നു. ആ 5 കിട്ടിയത് 5 വർഷം കഴിയുമ്പോൾ ഒരു സംശയവും വേണ്ട, 0 ഇത്തവണ സമ്പൂർണ്ണ ഒരു ജില്ല പൂർണ്ണമായി നമ്മൾ തെക്ക് നിന്ന് അങ്ങ് വടക്കോട്ട് പോവുകയാണെങ്കിൽ ആദ്യം LDF-ന് സമ്പൂർണ്ണമായി നഷ്ടപ്പെടാൻ പോകുന്ന ഒരേ ഒരു ജില്ല അത് പത്തനംതിട്ട ജില്ലയായിരിക്കും. അതായത് ഈ 5 ജില്ലകളിലും 5 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതമാണ് താങ്കൾ പറയുന്നത്. അതായത് തിരുവല്ല, റാന്നി, ആറന്മുള, അടൂർ, കോന്നി അടക്കമുള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതെ, കാരണം നമ്മൾ അത് അങ്ങനെ പറയാൻ, ഒരു ഭരണം മാറുമ്പോൾ എല്ലാം നേരെ തിരിച്ചു വരും എന്നുള്ള അർത്ഥത്തിലല്ല. പത്തനംതിട്ട ജില്ല രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഒരിക്കലും LDF-ന്റെ ഒരു ജില്ലയെ ആയിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഈ കോന്നി ഒരു വലിയ ഇടതുപക്ഷ നിയോജക മണ്ഡലമായിരുന്നു. പക്ഷെ അത് അടൂർ പ്രകാശിലൂടെ അത് തിരിച്ച് നേരെ ഇങ്ങ് പോരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 5 കിട്ടുകയുണ്ടായി. ഇത്തവണ നമ്മൾ ഓരോ നിയോജക മണ്ഡലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരുവല്ല തൊട്ട് തുടങ്ങാം. തിരുവല്ലയില് മാത്യു ടി തോമസ് ആണ് ഇത്തവണ മത്സരിക്കുന്നത്. മാത്യു ടി തോമസിന്റെ പാർട്ടി തന്നെ ഇപ്പോൾ ഏത് പാർട്ടിയാണ്, എവിടെയാണ്, കേന്ദ്രത്തിലെ നിലപാട് എന്താണ്, കേരളത്തിലെ നിലപാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ആശയ വ്യക്തത പോലുമില്ല. അതുപോലെ കഴിഞ്ഞ തവണ പോലും അദ്ദേഹത്തിന് മുൻ മന്ത്രിയാണ്. പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമോ ഒന്നും തന്നെ അവിടെ കൊടുക്കുകയുണ്ടായില്ല. അതൊക്കെ തിരിച്ചടിയാകും. അതിലൊക്കെ ഉപരി ഈ തവണ രാഷ്ട്രീയപരമായി സാമുദായികമായി UDF-ന് അനുകൂലമായ ഒരു നിലപാടാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ഒന്നടങ്കം എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കും. ഒപ്പം ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തെ മൊത്തത്തിലുള്ള ഭരണത്തിന്റെ തിരിച്ചടി അതുണ്ടാകും. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും അവിടെ വരും. അവിടെ BJP-യുടെ സംസ്ഥാന നേതാവ് അനൂപ് അങ്ങാണ്ടാണ് മത്സരിക്കുന്നത്. ആ മത്സരമൊന്നും LDF UDF മത്സരത്തെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ BJP-ക്ക് കുറെ വോട്ട് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കേരള ഭരണത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവിടുത്തെ ആളുകൾക്കുണ്ടാകും. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പത്തനംതിട്ടയില് തിരുവല്ലയിലെ ആദ്യത്തെ സീറ്റായി തിരുവല്ല തന്നെ UDF-ന് അനുകൂലമായി വിധി എഴുതുക തന്നെ ചെയ്യും. പണ്ടും ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF-നോടൊപ്പം ആയിരുന്നപ്പോൾ അവരുടെ കൈകളിലിരുന്ന സീറ്റ് തന്നെ. അപ്പോൾ TF തോമസ് മത്സരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ചങ്ങനാശ്ശേരി, ഈ തിരുവല്ല ഒക്കെ ആ രീതിയിലുള്ള ഒരു സീറ്റായിരുന്നു. കഴിഞ്ഞ ഒരു പ്രാവശ്യത്തേക്ക് ഈ അവർക്ക് കിട്ടിയെന്നേ ഉള്ളൂ. അത് ഈ നമ്മളുടെയൊക്കെ ഈ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു തവണ നല്ല മാർക്ക് വാങ്ങും. അപ്പം നമ്മുടെ എന്താണ് ആ കുട്ടി അങ്ങനെ മാർക്ക് കിട്ടിയെന്ന് അന്വേഷിക്കാത്തൊരു വിചാരിക്കും ഇനി അവൻ തുടർച്ചയായി ഫുൾ A+ ആണെന്ന്. അങ്ങനെയല്ല.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോദ്യം നേരത്തെ കിട്ടിയത് കൊണ്ടോ നോക്കിയ സാറിന്റെ കുഴപ്പം കൊണ്ടോ അവന്റെ ഭാഗ്യം കൊണ്ടോ പഠിച്ചത് തന്നെ ചോദ്യമായത് കൊണ്ടോ ആയിരിക്കും കിട്ടിയത്. അതേപോലെ കിട്ടിയ ഒരു സീറ്റായിട്ട് കണ്ടാൽ മതി. അപ്പോൾ തിരുവല്ല. രണ്ടാമത്തേത് റാന്നിയാണ്. റാന്നിയിലെ ഇപ്പോഴത്തെ MLA ആരാണെന്ന് ചോദിച്ചാൽ റാന്നിക്കാർക്ക് അറിയാമായിരിക്കാം, പുറത്തുള്ള ഒരാളിനും റാന്നിയിലെ ഇപ്പോഴത്തെ MLA പേര് പോലും അറിയില്ല. പ്രമോദ് നാരായൺ, കേരള കോൺഗ്രസിന്റെ അവർക്ക് അവിടെ ഉള്ള കുറച്ച് പേർക്ക് അറിയാമായിരിക്കാം. പക്ഷേ നമ്മളുടെ നേരത്തെയുള്ള രാജു എബ്രഹാമിനെ ഇപ്പോഴും ആളുകൾക്ക് അറിയാം. പലരും ധരിച്ചിരിക്കുന്ന രാജു എബ്രഹാമാണ് ഇപ്പോഴും അവിടുത്തെ MLA എന്ന്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു MLA എന്നുള്ള നിലയിൽ പേരെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ശബരിമലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ റാന്നി. ഒപ്പം ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കവും ഒക്കെ കാര്യമായി ബാധിച്ച ഒരു നിയോജക മണ്ഡലമാണ്. അതിനുശേഷം എന്തെങ്കിലും ഒക്കെ വലിയ ഒരു ഡെവലപ്മെന്റ് അവിടെ തിരിച്ച് ഈ ഗവൺമെന്റിൽ നിന്നോ അല്ലാതെയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കമുള്ള സ്ഥലമാണ്. അതിലൊക്കെ ഉപരി അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാണ്? പഴകുളം മധുവാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അവിടെ ആ നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതെല്ലാം അനുകൂലമായിട്ട് വരും. പിന്നീടുള്ള സ്ഥാനാർത്ഥി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി 2020 ആണ്. ഈ 2020ക്ക് എന്താ ഈ റാന്നിയിൽ കാര്യം? അത് കിഴക്കമ്പലത്തോ എറണാകുളത്തെ 1-2 നിയോജക മണ്ഡലത്തിലോ പഞ്ചായത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു 2020യെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിൽ UDFും പ്രതിപക്ഷ നേതാവുമൊക്കെ കോൺഗ്രസുമൊക്കെ പറയുന്നത് പോലെ ഡീലിന്റെ ഒരു കൃത്യമായ തെളിവായിട്ട് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് റാന്നി. അതായത് BJP അവിടെ സഹായിച്ചു കൊടുക്കും എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് മാത്രമല്ല അവിടെ 2020യിലെ ഈ സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണ്, ശബരിമലയൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്ന് റാന്നി ചെന്ന് നിന്നോണ്ടാ പറയുന്നത്. അപ്പോൾ റാന്നിയിൽ BJP ഈ ഒരു വിഷയം ഉന്നയിക്കാനേ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു സത്യം തുറന്നു പറഞ്ഞത്. രാജ്യത്തെ ലോകത്തോ എവിടെ പോയാലും അമ്പലങ്ങളെയും ദൈവങ്ങളെയും കുറിച്ച് മാത്രം സംസാരിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ശബരിമലയെന്നോ സ്വർണ്ണക്കൊള്ള എന്നോ 2 വാക്ക് മിണ്ടിയിട്ടേ ഇല്ല. എന്താ കാര്യം? അതവിടെ അവരെ ബുദ്ധിമുട്ടിക്കാൻ, CPMനെ പ്രതിസ്ഥാനത്താക്കാൻ അവർക്ക് താല്പര്യമില്ല. ഡീലാണ്. അപ്പൊ ഡീല് ഏറ്റവും നന്നായിട്ട് നിഴലിക്കുന്ന ഒരു മണ്ഡലമാണ് റാന്നി. ആ ഡീലിന് തിരിച്ചടി കിട്ടും. റാന്നി പഴകുളം മധു തീർച്ചയായിട്ടും ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ 2 സീറ്റുകളായി. പിന്നീട് വരുന്നത് ആറന്മുള എന്ന സ്ഥലം ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന, പണ്ട് ആറന്മുള കണ്ണാടിയിലൂടെ ആയിരുന്നു പ്രസിദ്ധം. ഇപ്പൊ അവിടുത്തെ MLAയുടെ പേരിലാണ്, വീണ ജോർജിലൂടെയാണ്. വീണ ജോർജ് എന്ന് പറയേണ്ട, വീണ ജോർജ് എന്നും ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ സമീപകാലത്ത് കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ചിരിപ്പിച്ച്, സാധാരണഗതിയിൽ ആളുകൾ വീണാല് ഈ പഴത്തൊലിയിലൊക്കെ ചവിട്ടി വീണാല് പെട്ടെന്ന് അറിയാതെ അങ്ങ് ചിരിച്ചു പോകും. പക്ഷെ പെട്ടെന്ന് ആ ചിരി അങ്ങ് നിർത്തും, ഈ വീണവന്റെ കയ്യോ കാലോ ഒടിഞ്ഞാൽ. പക്ഷെ ഈ മന്ത്രി വീണിട്ട് കരഞ്ഞ ഒരാളും ഇല്ല. അത് കാണുന്നവരും കേൾക്കുന്നവര് പോലും ഇപ്പോഴേ വീണ ജോർജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരിയാ. എന്ത് നല്ല അഭിനയമായിരുന്നു. ഇനി നമ്മളുടെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും സാഹിത്യകാരന്മാരുടെ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ ഓരോ വകുപ്പിനെ കുറിച്ച് മാർക്കിടിയിലുണ്ട്. ഞാൻ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തതിനകത്തെല്ലാം ഏറ്റവും മോശം വകുപ്പ് ഏതാണെന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നു, ആരോഗ്യവകുപ്പാണ്. ഈ PSCക്കൊക്കെ ചില ചോദ്യത്തിന് 1000 പേര് എഴുതിയാൽ 1000 പേർക്കും ശരി ഉത്തരം കിട്ടും. ആ ചോദ്യം അത്ര പ്രസിദ്ധമായിരിക്കും, അല്ലെങ്കിൽ ആ ഉത്തരം അത്രയും പ്രസിദ്ധം. അതേപോലെ കേരളത്തിൽ ഇന്നുള്ള ഈ 20 മന്ത്രിമാരിൽ മുഖ്യമന്ത്രിയും കൂടെ ചേർത്തിട്ടായാലും ഏറ്റവും മോശം വകുപ്പ് ഏതാണെന്നുള്ളതിന് എല്ലാവരും ഐകകണ്ഠേന പറഞ്ഞ ഒരു ഉത്തരമാണ് ആരോഗ്യവകുപ്പ്. എന്തായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം, ഒരു ഉത്തരം വരാൻ കാരണം? അതിനിടയാക്കിയ വ്യക്തി ആരാണ്? ഈ മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും ഒടുവിൽ 2-3 വിദ്യാർത്ഥികൾ അവരുടെ കഴുത്ത് ഞെരിച്ച്
എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ ആക്ഷനൊക്കെ കാണണമായിരുന്നു. കോഴിയുടെ കഴുത്തിയിരിക്കുന്ന കണക്ക് ഈ മന്ത്രിയുടെ കഴുത്തൊക്കെ. കൊടി കണ്ടപ്പം തല എനിക്കത് തോന്നുന്നത് ഈ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചൂണ്ടാണി മർമ്മം ഇങ്ങനെ ഞാനിപ്പം ഗോപകുമാറിനെ കാണിച്ചാൽ എവിടോട്ടാണോ കാണിക്കുന്നത് അവിടെ നിൽക്കും. ഒടിയന്മാർക്കും ഈ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു സംശയം, നമ്മുടെ ശിവൻകുട്ടി മന്ത്രി ഇപ്പൊ ഇത് വല്ലതും സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിചിത്രമായ ഒരു സംഭവം. ഇനി അതും പോട്ടെ, പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ നിന്നാണ് അവരെ ഡിസ്ചാർജ് ചെയ്തത്. നമ്മളുടെ അറിവിൽ അവരെ ആരും ഡിസ്ചാർജ് ചെയ്തില്ല. അവർ സ്വയം വിരമിക്കൽ പോലെ ICUവിൽ നിന്നും സ്വയം വിരമിച്ച് ഇന്നോവ കാറിൽ കയറി കോളറിന്റെ ഇതൊക്കെ ഇട്ട് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയിലൂടെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള മന്ത്രി വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആളുകളും ചാനലുകാരും കാത്തു നിന്നു. കാരണം ഒരു ICUവിൽ നിന്ന് വന്നാൽ അടുത്ത ICUവിലല്ലേ കയറണ്ടേ. വീട്ടിൽ ചെന്ന് കുളിച്ചൊരുങ്ങി അടുത്ത അഭിനയത്തിന്, ആരോഗ്യ വകുപ്പ് എന്നല്ല ഇപ്പോൾ അതിന്റെ പേര്, അഭിനയ വകുപ്പ് എന്നാണ്. ജോർജിന് വലിയ പരാജയമായിരിക്കും സംഭവിക്കുന്നത്, ഒരു സംശയവും. മുമ്പ് അവരുടെ വിജയത്തിന് വേണ്ടി സഹായിച്ച സഭകൾ പോലും ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടില്ല. അതുകൊണ്ട് ആ സീറ്റും മാറി കിട്ടൂല. അടുത്തതാണ് കോന്നി. കോന്നി എന്ന് കേട്ടാൽ പണ്ട് ഓർമ്മ വരുന്ന പേര് നേരത്തെ പറഞ്ഞ ശ്രീ അടൂർ പ്രകാശാണ്. അദ്ദേഹം ഇപ്പോൾ UDF കൺവീനറാണ്. ഇത്തവണ അദ്ദേഹം കോന്നിയിൽ മത്സരിച്ചേക്കും എന്ന് വരെയുള്ള വാർത്തകൾ വന്നു. അതിനുള്ള വലിയ ശ്രമമൊക്കെ നടത്തിയുള്ളി. അല്ല, അത് നമ്മളിപ്പോൾ ശ്രമം നടത്തിയാലും ഇല്ലെങ്കിലും ഒരു പാർലമെന്റിന്റെ അംഗമാണ്. 30 വർഷം തുടർച്ചയായി ആറ്റിങ്ങൽ CPMന്റെ കയ്യിൽ നിന്നും 2 പ്രാവശ്യം തിരിച്ചു പിടിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും അദ്ദേഹം ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്ക് ഉറപ്പിക്കാം. അത് കോന്നിയിലെന്നല്ല, എവിടെ മത്സരിച്ചാലും അതെ അദ്ദേഹം വിജയിക്കാൻ മാത്രം ജനിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അവിടെ മത്സരിക്കുന്നു. കോന്നി മെഡിക്കൽ കോളേജുമായിട്ട് പോലുമുള്ള ഒരുപാട് പരാതികളുണ്ട്. അത് അടൂർ പ്രകാശ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം അനുകൂലമായി വരുമ്പോൾ കോന്നി, ശബരിമല പ്രധാനമായും, ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ, അവിടുത്തെ നഴ്സിംഗ് കുട്ടികളുടെ അപര്യാപ്തത. അവിടെ ഒരു ഡോക്ടർ ഒരു പോസ്റ്റർ ഒട്ടിച്ചത് വായിച്ചിരുന്നല്ലോ. കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നവർ ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഇവിടെ വന്ന് ജീവഹാനി സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല. ഇവിടുത്തെ പെയിന്റുകളൊക്കെ അടർന്നു വീഴുന്നത് അണുബാധ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് വലിയ നടപടികളൊക്കെ ആക്കിയ ആക്ഷേപമൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കോന്നി തിരിച്ചു പിടിക്കുകയാണ്. 5ഉം 3ഉം 8 വർഷത്തിന് ശേഷം കോന്നി വീണ്ടും തിരിച്ച് UDF തിരിച്ചു പിടിക്കുകയാണ്. ഇനിയുള്ള ഒരേ ഒരു മണ്ഡലം അടൂരാണ്. അടൂര് സംഭരണ മണ്ഡലമാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ശാന്തകുമാർ എന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. സാമുദായികമായും എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിനുള്ള എല്ലാ ജയസാധ്യതയും അവിടെ കാണുന്നുണ്ട്. BJP അവിടെ ഒരു വലിയ വിഷയമേ അല്ല. അങ്ങനെ ആ ജില്ലയിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം തീർച്ചയായിട്ടും ഇവിടെയും അടൂർ താങ്കൾ പറഞ്ഞു വരുന്നത് 5 സീറ്റുകളിലും 5 സീറ്റുകളുണ്ട്. ആ 5 സീറ്റുകളും പത്തനംതിട്ടയിൽ UDFന് 5 ഒരു സംശയമില്ല. ഒരു സംശയം താങ്കൾക്ക് സംശയമില്ല. പക്ഷെ എന്റെ സംശയങ്ങൾ അതിനകത്ത് ഉണ്ട് താനും, അതുകൂടി പറഞ്ഞു പോകാം. കാരണം തിരുവല്ല മാത്യു ടി തോമസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് താങ്കൾ പറഞ്ഞത് അവിടെ LDFന്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയേണ്ടതുണ്ട്, പകരം അവിടെ UDFനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കാം. കാരണം മാത്യു ടി തോമസിന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്യു ടി തോമസിന്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ, താങ്കൾ പറയുമ്പോൾ തള്ളിക്കളയാമെന്ന് പറയുമ്പോഴും എന്നാൽ തള്ളിക്കളയാൻ കഴിയുന്നില്ല. കാരണം അവിടെ പൂർണ്ണമായിട്ടും ഈ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായി ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ വല്ലാതെ ഞെരിവിരി കൊള്ളുന്ന ഒരു ഇടമാണ് ഇപ്പോൾ തിരുവല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ
സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല, LDFന്റെ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റാന്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റാന്നിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുപോലെ അറിയുന്ന ഒരു നേതാവിനെ നിർത്തി പലപ്പോഴും പിടിച്ചെടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. രാജു എബ്രഹാമിനെ പോലെ പരിണിതപ്രജ്ഞനായുള്ള ഒരു CPM-കാരൻ, ഒരു സഖാവ് വിജയിച്ചു കയറി വന്ന മണ്ഡലമാണ് ഈ റാന്നി എന്ന് പറയപ്പെടുന്നത്. ആ റാന്നി മണ്ഡലത്തിൽ അത് ഘടകകക്ഷികൾക്ക് ആ സീറ്റ് വിതരണം ചെയ്ത സാഹചര്യത്തിലാണ് അത് ജോസ് കെ മാണി വിഭാഗത്തിനാണ് കൊടുത്തത്. അതിൽ നിന്നാണ് ഈ പ്രമോദ് നാരായണൻ അവിടെ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്രാവശ്യവും നടക്കും എന്നുള്ള പ്രതീക്ഷ അവിടെ ജോസ് കെ മാണി വിഭാഗത്തിനുണ്ട്. പക്ഷേ അതിലൊരു തിരുത്ത് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് താങ്കൾ പറഞ്ഞത് ശബരിമലയൊക്കെ ഒരു ഫാക്ടർ ആണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് സാധ്യത എന്ന് പറയുന്നത് യു ഡി എഫിന് തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ BJPയുടെ വോട്ടുകൾ പക്ഷെ ഈ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് താങ്കൾ പറയുന്ന ആറന്മുളയാണ്. ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ക്രൂരമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അവർ ഭരിച്ച വകുപ്പിനോട് നീതി കാണിക്കാൻ കഴിയാതായി പോയി എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ അടക്കം അഭിപ്രായം. അതുകൊണ്ട് അവിടുത്തെ സാധ്യത UDFന് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യം. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി മിടുക്കനായിട്ടുള്ള ഒരു യുവ നേതാവാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. UDFന് അനുകൂലമായിട്ടൊരു തരംഗം അല്ലെങ്കിൽ ഒരു സാധ്യത ആ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഉണ്ടായേക്കാം. മാത്രമല്ല ആറന്മുളയിൽ ഈ വീണ ജോർജിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം എന്ന് പറയപ്പെടുന്നത് വോട്ടുകളായി മാറുകയാണെങ്കിൽ അബിൻ വർക്കിയെ പോലൊരാൾക്ക് MLA ആയി നിയമസഭയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആറന്മുളയിലുണ്ട്. മറ്റൊന്ന് കോന്നിയാട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തിരുത്തുണ്ട്. ജനീഷ് കുമാർ ഇപ്പോൾ അവിടെ ജനകീയനായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്തരത്തിലൊരു നിലപാടുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കും. മാത്രമല്ല CPM-ന്റെ ഒരു താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ച ഒരു CPM-ന്റെ ഒരു കോട്ടയായിരുന്നു ഈ കോന്നി എന്ന് പറയുന്നത്. അത് അടൂർ പ്രകാശിലൂടെ തിരികെ എടുത്തതിന് ശേഷം പക്ഷെ ഇപ്പോൾ വീണ്ടും അത് തിരികെ മടങ്ങി ഈ പറയുന്ന കമ്മ്യൂണിസത്തിലേക്ക് അല്ലെങ്കിൽ സഖാക്കളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന് വളരെയധികം വിശ്വസിച്ച് നിർത്താവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനീഷിന് വിജയിച്ചു കയറാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എങ്കിലും പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വിവാദപരമായ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന കോന്നിയുടെ സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചാൽ, അതായത് താങ്കൾ പറഞ്ഞ പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിൽ സാധാരണ വരുന്ന ജനങ്ങളിൽ അല്ലെങ്കിൽ ഭക്തരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടുത്തെ UDFന്റെ വിജയം എന്ന് പറയപ്പെടുന്നത്. അത് വിജയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അടൂർ മുതൽ അങ്ങ് തിരുവല്ലായി വരെയും അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ 5 സീറ്റും പത്തനംതിട്ടയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് പിടിച്ചെടുക്കാൻ പറ്റും. അതല്ല, ജനങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ഡെമോക്രസിയിലൂടെയാണ് ഇതിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പല സീറ്റുകളിലും, അതൊന്ന് കോന്നിയും മറ്റൊന്ന് തിരുവല്ലായും മറ്റൊന്ന് റാന്നിയുമാണ്, ഈ 3 സീറ്റുകളിലും പ്രതിസന്ധി ഉണ്ട്. മാത്രമല്ല ഒപ്പം തന്നെ അടൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും സംവരണ മണ്ഡലമാണ്. അവിടെ പക്ഷേ കോൺഗ്രസിന്റെ ചില സംവരണ സ്ഥാനാർത്ഥികളാകാൻ മോഹിച്ചവർ തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ നിന്നും വളരെ ഈസിയായിട്ട് ജയിച്ചു കയറാം എന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ താങ്കൾ പറഞ്ഞ 5 സീറ്റുകളിൽ ഞാൻ പറയുന്നത് ആറന്മുള ജയിച്ചു കയറാൻ പറ്റുന്ന ആദ്യത്തെ സീറ്റായിരിക്കും UDFന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത എന്ന് പറയപ്പെടുന്നത് തിരുവല്ല സീറ്റ് മാത്രമായിരിക്കും. അങ്ങനെ 2 സീറ്റുകളാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് UDFന് 2 സീറ്റുകളും LDFന് 3 സീറ്റുകളും ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കാൻ സാധ്യത. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ശബരിമല ഫാക്ടർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതവിടെ പ്രതിഫലിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകുമെങ്കിൽ ഈ 5 സീറ്റും UDFനായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ശബരിമല വിഷയത്തില് ഒരു വിഷയമല്ല, ആദ്യത്തെ യുവതീ പ്രവേശം അതൊരു വിവാദം. 2, ശബരിമലയിലെ നമ്മളുടെ സ്വർണ്ണക്കൊള്ള. അവിടുത്തെ പഴയ MLA ആയിരുന്ന പത്മകുമാർ പഴയ MLA ആണ്, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഈ നിമിഷം വരെ പാർട്ടി നടപടിയെടുത്തിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്, ദൈവതുല്യരായ പലരും മുകളിലുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഈ ദൈവം ആരാണ്? കാരണം ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്തവരാണ്. അപ്പൊ പാർട്ടി ദൈവമാണെങ്കിൽ അതാരാണ് എന്നുള്ള ഒരു ചോദ്യം. ഇനി ആ സ്വർണ്ണക്കൊള്ളയ്ക്കും യുവതീ പ്രവേശത്തിനുമൊക്കെ പരിഹാരമായിട്ട് കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണല്ലോ നവകേരള പദ്ധതിയാണ് ആഗോള അയ്യപ്പ സംഗമം.
അത് 8 നിലയിൽ പൊട്ടി. ഉം. ഹൈക്കോടതി ഉം. 45 ദിവസത്തിനകം അവിടെ നടത്തിയ ഉം. ആഗോള അയ്യപ്പ സംഘത്തിന് ചെലവായ തുകയും കണക്കുകളും ഒക്കെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഹാജരാക്കിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഒരു ദിവസത്തേക്ക് കിടക്കാൻ ഒരു കട്ടിൽ വാങ്ങിയതിന് 1.5 ലക്ഷം രൂപ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജന് അവിടെ നടത്തിയതേ 8 ലക്ഷം രൂപ. 8 ലക്ഷം, 3 ലക്ഷം. ശരിയാണ്. പക്ഷെ അവിടെ അതിന് ഒരു പറഞ്ഞു കേട്ട എന്താണെന്നറിയാം, ഈ ഗോവിന്ദൻ എന്ന് കേട്ടപ്പം നമ്മുടെ എം പി ഗോവിന്ദന്റെ ട്രൂപ്പാന്ന് വിചാരിച്ച് ആണ് ഈ അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ അവര് പരിപാടി പോലും നടത്തില്ല. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ശരിയായിരിക്കാം, ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളുണ്ട്. അതൊക്കെ പത്തനംതിട്ടയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. പക്ഷെ അത്തരത്തിൽ പ്രതിഫലിച്ചാലും എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. പകരം സാദിഖ് സാർ പറഞ്ഞ പോലെ ആണെങ്കിൽ 5 സീറ്റുകൾ UDF ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോട്ടയം, പാലായും കടുത്തുരുത്തിയും വൈക്കവും ഏറ്റുമാനൂരും കോട്ടയവും പുതുപ്പള്ളിയും ചങ്ങനാശ്ശേരി, പൂഞ്ഞാറും അടങ്ങുന്ന കോട്ടയം. 6, 8, 9 അല്ലേ? ഇപ്പൊ അവിടെ ആരുണ്ട്? പാലായില് കാപ്പനുണ്ട്, കടുത്തുരുത്തിയില് മോൻസ് ഉണ്ട്, വൈക്കത്ത് CK ആശയാണ്. കോൺഗ്രസിലുള്ളത് തിരുവഞ്ചൂരും ചാണ്ടി ഉമ്മനും കാപ്പനും മോൻസും 4 എണ്ണം ഉണ്ട്. മറ്റവർക്ക് 5. 50-50. പൂഞ്ഞാറിലാരാണ്? സെബാസ്റ്റ്യൻ കുളത്ത്. പൂഞ്ഞാറിലെ സെബാസ്റ്റ്യൻ. ജോസ് കെ മാണി ഇപ്രാവശ്യം തകർന്നു പോകും. രണ്ടും സെബാസ്റ്റ്യന്. കാരണം മറ്റേത് കറക്റ്റായിട്ട് അവനെ ആർക്കും അറിഞ്ഞുകൂടാ, അവനെ ജയിപ്പിക്കുകയില്ല പ്രമോദ് നാരായണൻ. പ്രമോദിന് ഒരു ഇതില്ല.